അങ്ങനെയുള്ള നിനക്ക് എന്റെ വീടിന്റെ പടി കിടക്കാൻ മാത്രം ധൈര്യോ? പൊക്കോണം. ഈ വീടിന്റെ പരിസരത്ത് നിന്നെ കണ്ടുപോകരുത്. ശേഖര, എവിടെ നിന്നാ ഇവളെ വിളിച്ചോണ്ട് വന്നേന്ന് വെച്ചാ അവിടെ തന്നെ ഇവളെ തിരിച്ചുകൊണ്ടാക്കണം. ഇപ്പൊ തന്നെ വേണം. ചേച്ചി, അത് നീ എന്തിനാടാ പ്രതാപനെ നോക്കുന്നേ? നിന്നോട് പറഞ്ഞതേ അംബികയാ. എന്നെ അനുസരിക്കാൻ നിനക്ക് മടിയാണെങ്കിലേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവളെ വിട് ചേച്ചി. ചേച്ചി ചെയ്യുന്ന ഒട്ടും ശരിയല്ല. പ്രതാപ, ഇവള് അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവളുടെ വയറ്റിൽ വളർന്ന കുഞ്ഞിന്റെ അച്ഛൻ ദീപകാണെന്ന് പറഞ്ഞതാ. അത് തെറ്റാണോ? ക്യാഷിന് വേണ്ടി എവള് പറയുന്ന നുണയായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ജീവിക്കാൻ കാൽ കാശിന് വകയില്ലാതെ പട്ടിണി കിടക്കായിരുന്നു ഇവള്. ദീപക്കിനെതിരെയുള്ള മൗനം ഇവളുടെ ഒരു നുണ മാത്രമായിരുന്നു. ഇവളെല്ലാവരോടും സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇവൾക്കിപ്പോ പറഞ്ഞ ക്യാഷ് വാങ്ങി സുഖമായിട്ട് ജീവിക്കായിരുന്നു. അപ്പോ ഇവള് പറഞ്ഞതുപോലെ ഇവൾക്ക് ഗർഭം ഉണ്ടാക്കിയത് ദീപക്കാണെന്ന് നീയും വിശ്വസിക്കുന്നു? വിശ്വസിക്കാതിരിക്കാൻ തരമില്ലല്ലോ ചേച്ചി. പ്രതാപ, ചേച്ചിക്ക് എന്നോടൊന്നും തോന്നരുത്. ദിവ്യ മുമ്പ് പറഞ്ഞതുപോലെ ദീപക്കിന്റെ DNA-യും ദിവ്യ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ DNA-യും ഞാൻ പരിശോധനയ്ക്ക് അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദിവ്യയുടെ പ്രസവശേഷം നിയമവശം നോക്കി അതിനുള്ള എല്ലാ പേപ്പേഴ്സും ഞാൻ നീക്കും. DNA ടെസ്റ്റും നടത്തും. റിപ്പോർട്ടിൽ എന്താണെന്ന് അറിഞ്ഞതിനു ശേഷം ഉചിതമായ ഒരു തീരുമാനം ഞാൻ എടുക്കുകയും ചെയ്യും. ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എനിക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള കാരണസഹിതം എന്നോട് ഇപ്പൊ പറയണം. എനിക്ക് ബോധ്യപ്പെടുന്ന കാരണസഹിതം. എന്റെ അറിവോടെ ഇനി മുതൽ ഞാൻ പോകാൻ അനുവാദം നൽകുന്നത് വരെ ദിവ്യ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. മനസ്സിലായോ യാമിനി? മനസ്സിലായി പ്രതാപേട്ട. ഒരു കുറവും വരാതെ ഇവളെ ശുശ്രൂഷിക്കേണ്ട ചുമതല ഇനി യാമിനിക്ക്. ദിവ്യയ്ക്ക് എന്തെങ്കിലും പരാതിയോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അപ്പൊ തന്നെ അറിയിക്കണം. മനസ്സിലായോ? മനസ്സിലായി. എന്താ രതിക മാഡം? നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോ മുതല് ദിവ്യക്ക് വയറ്റില് ഒരനക്കം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ദീപക് വന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോ അനക്കം കൂടിയെന്ന്. അവന്റെ പേര് പറഞ്ഞ് ബഹളം വെച്ചപ്പോ കുഞ്ഞ് ദിവ്യയുടെ വയറ്റില് ആഞ്ഞു ചവിട്ടിയെന്ന്. ദീപക്കേ, കുഞ്ഞേ, അവന്റെ അച്ഛനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? എടാ, നിന്റെ പേര് പറഞ്ഞപ്പോ കുഞ്ഞ് വയറ്റിൽ കിടന്ന് ചവിട്ടിയെന്നാ ദിവ്യ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? എന്തർത്ഥം? എടാ, വയറിന് പുറത്ത് അച്ഛന്റെ ശബ്ദം കുട്ടികൾ തിരിച്ചറിയുമ്പോ ഇങ്ങനെ ചവിട്ടൂന്ന്. നീ ആദ്യം ഈ കൈ അങ്ങ് മാറ്റിക്കേ.
ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഉം. ഈ വക അഭ്യാസങ്ങളെടുത്ത് വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്താ ആ. നീ വിവരം അറിയും. മനസ്സിലായോ? ആ മനസ്സിലായി. അവന്റെ ഭാവി കൊണ്ട് തൊലച്ച നിങ്ങള് എന്നെ കണ്ടാല് മിണ്ടാണ്ട് വഴിമാറി തന്നെ നടക്കണം. ഹ്, അത് അങ്ങനെ തന്നെയാ വേണ്ടേ. അത്രയ്ക്ക് ദ്രോഹ നിങ്ങൾ അവനോട് കാണിച്ചത്. അതവിടെ നിക്കട്ടെ. നിങ്ങളുടെ കൊച്ചുമോള് ആശുപത്രിയിൽ ചാകാൻ കിടന്നപ്പോ 10 ലക്ഷം രൂപ എണ്ണി തന്നത് ഞാനാ. ആ കാശ് തിരിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ വേണം. തിരിച്ചു തരാതിരിക്കാൻ ഭീഷണികളൊന്നും എന്റെ അടുത്ത് വേണ്ട. വിദ്യാഭ്യാസ മന്ത്രി നിങ്ങളുടെ സംബന്ധക്കാരൻ തന്നെയാ, അത് ശരിയാ. പക്ഷെ ഈ കേരളത്തില് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കല്ല അവസാന വാക്ക്. അതിന്റെ മുകളിൽ മന്ത്രിമാരുണ്ട്. വർമ്മയുടെ പേരും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എനിക്ക് തരാനുള്ള കാശ് തരാതിരിക്കാൻ ശ്രമിച്ച എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. എത്ര ഉയരത്തിൽ സ്വാധീനം ചെലുത്താനും ഞാൻ മടിക്കില്ല. വിദ്യാഭ്യാസ മന്ത്രിയെക്കാളും വലുതാണല്ലോ CM. ഞാൻ അദ്ദേഹത്തിനെ കണ്ട് ഈ ഭീഷണിയെ കുറിച്ച് സംസാരിക്കും. അതെനിക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെയൊക്കെ സ്വൈര ജീവിതം നശിപ്പിക്കാൻ, ഇല്ലാതാക്കി തീർക്കാൻ. അതിനും കൂടി വേണ്ടി ഞാനത് ചെയ്യും. അതുകൊണ്ട് അതിനൊന്നും നിൽക്കാതെ തരാനുള്ള ക്യാഷ് തന്നാ നിങ്ങൾക്ക് നല്ലത്.